Hello, Assalamu alaikum. Welcome to Bakes and Curries. ഇന്ന് നമ്മൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനായി കൊടുത്തിരിക്കുന്നത് ഓറിയോ ഫ്രോസ്റ്റിങ്ങും പിന്നെ ചോക്ലേറ്റ് ഗനാഷും ആണ്. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു കോമ്പിനേഷൻ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഫ്ലോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേക്ക് ഫ്ലോർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേക്ക് ഫ്ലോർ റെഡിയാക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ, നമ്മൾ സാധാരണ കേക്കിലേക്ക് ചേർക്കുന്ന പോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ കേക്ക് ഫ്ലോറിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കേക്കിലേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു മീഡിയം സൈസിലൊക്കെയുള്ള 4 മുട്ടയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഈ കേക്കിലേക്ക് ചേർക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഈ മുട്ടയുടെ മഞ്ഞയുടെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് നമ്മൾ എഗ് വൈറ്റിൻ്റെ കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കറക്റ്റ് പകുതി തന്നെ വേണം. ചെറിയ തരിയോടുകൂടി പഞ്ചസാര ആണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ വലിയ തരി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഈ മുട്ടയുടെ മിക്സിലേക്ക് നമുക്കൊരു 100 ml ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ മൈദ ചേർത്ത് കഴിയുമ്പം ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു 1/2 കപ്പ് ചെറു ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച മൈദയുടെ കൂട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ അതിലുണ്ടെങ്കിൽ അത് പോയിക്കോളൂ. ഇതൊരു വിസ്കോ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതേസമയം പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയോന്നും നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഓവർ മിക്സ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്പസമയം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് വരും. അത് കഴിഞ്ഞിട്ട് വേണം പഞ്ചസാര കുറേശ്ശെയായി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. മുഴുവൻ പഞ്ചസാരയും ചേർത്ത ശേഷം നമുക്ക് മീഡിയം ടു ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത പഞ്ചസാര ആദ്യം നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് ആ പഞ്ചസാരയുടെ ബാക്കിയാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് അടിക്കുമ്പോൾ ഇത് നല്ലതായിട്ട് തിക്കായിട്ട് വരും. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണോ വിപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ. പിന്നെ അത്രയ്ക്കും സ്റ്റിഫ് ആയില്ലേലും കുഴപ്പമില്ല, എന്നാലും ഇതുപോലെയൊക്കെ ഏകദേശം ആയി വന്നാൽ മതി. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഇതിലേക്ക് ഈ എഗ് വൈറ്റിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഓരോ പ്രാവശ്യവും എഗ് വൈറ്റിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴും ആ വൈറ്റ് കളർ ഡിസപ്പിയർ ആകുന്ന രീതിയിൽ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാൻ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുമ്പം ഓവറായിട്ട് മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ ഈ 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 30-33 മിനിറ്റ് വരെയൊക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈമിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരാം കേട്ടോ. എൻ്റെ ഓവനിൽ കറക്റ്റ് 31 മിനിറ്റിൽ എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റൊക്കെ ആ ഒരു സെയിം പാനിൽ തന്നെ വെച്ചിട്ട് അതിനുശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വയർ റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ട് വേണം നമ്മൾ ഐസിങ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ ചൂടൊക്കെ മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ഇൻസൈഡിൽ നമ്മൾ ഓറിയോ ഫ്രോസ്റ്റിങ്ങും ഔട്ട് സൈഡിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു ഫ്രോസ്റ്റിങ്ങും ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓറിയോ ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 പീസ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ക്രീം മാറ്റിയ ശേഷം ഒരു സിപ്പ് ലോക്ക് ബാഗിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഒരു ചപ്പാത്തി പരത്തുന്ന ആ കോല് വെച്ചിട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. ഒരുപാട് പൊടിയാക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെറിയ തരിതരിപ്പിലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ സ്റ്റിഫായി വന്നു കഴിയുമ്പം നമ്മൾ ഈ പൊടിച്ചു വെച്ചിട്ടുള്ള ഓറിയോ അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഓറിയോ ഫ്രോസ്റ്റിംഗ് റെഡിയായി. ഞാനെടുത്തത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ തന്നെ മധുരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിനനുസരിച്ചിട്ട് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി അഥവാ മധുരം ചേർക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വാനില എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിത് രണ്ടും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ക്രീം വിപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സാഫ്രൺ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡൗട്ടുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടൈപ്പ് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 100 ഗ്രാം ചോക്ലേറ്റ് ഉണ്ട് ഇത്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഹാഫ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് എടുത്താൽ മതി. പിന്നെ മിൽക്ക് ചോക്ലേറ്റ് തന്നെ ഫുള്ളാവുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡാർക്കും കൂടെ അതിലേക്ക് ചേർത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്താൽ മതി. ഇനി ഈ ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്യുമ്പം എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റായി നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിലൊന്ന് തിക്കായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അനുസരിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഐസിങ് ചെയ്യുമ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചതേ ഉള്ളൂ. ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ വെച്ചാൽ മതി. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിലേക്ക് ഓറിയോ ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഒഴിക്കുക, ഫ്രോസ്റ്റിംഗ് വയ്ക്കുക, ലെവൽ ചെയ്തെടുക്കുക. ഇനി തേർഡ് ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലും പുറമേയെല്ലാം നമ്മളിനി ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ടാണ് ഐസിങ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ ചൂടൊക്കെ പോയി നല്ല കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഗനാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റേക്ക് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ. ഇപ്പോൾ സൈഡ്സിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഈ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ ഒന്ന് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ ഫുൾ ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്ത് ലാസ്റ്റ് ഫുൾ ഡിസൈൻ കഴിയുമ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്